ലിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീട്രൂട്ട് ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നല്ല ഓണസദ്യയിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് അത് ഗ്രേറ്ററിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ചെറിയ പച്ചമുളക്, 2 ചെറിയുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ട് പെട്ടെന്ന് വേവും. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കണ കാരണം തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. വെന്ത ബീട്രൂട്ടിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂട് കയറിയാൽ മതി. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ട തൈര് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. തൈരിട്ടതിന് ശേഷം അത് തിളയ്ക്കേണ്ട കാര്യമില്ല. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് നമുക്ക് താളിച്ച് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബീട്രൂട്ട് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടാണ് അതിലേക്കാണ് താളിച്ചൊഴിക്കുന്നത്. താളിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് പച്ചടിയല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ നല്ല നമ്മുടെ ഈസി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയാണ്. നല്ല റെഡ് കളറുള്ള കാണാൻ എന്ത് രസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ ബൈ.